ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനം വിലാപങ്ങൾ 3:25. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. യെസ്, ഞാൻ പ്രതീക്ഷയോടെ കർത്താവിനെ തേടുമ്പോഴാണ് കർത്താവിൻ്റെ നന്മ എന്നിലൂടെ പ്രകടമാകുന്നത്. ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. മനുഷ്യർ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനടി മറുപടി ലഭിക്കണമെന്നില്ല. ഉചിതമായ സമയത്ത്, നാം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് യോഹന്നാൻ 11:3 നാം കാണുന്നത്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. മാർത്തയും മറിയവും തൻ്റെ സഹോദരൻ ലാസറിനു വേണ്ടി യേശുക്രിസ്തുവിനെ സമീപിക്കുന്ന ഭാഗമാണിത്. ഈശോയ്ക്ക് വേണമെങ്കിൽ ഉടനടി സൗഖ്യം കൊടുക്കാമായിരുന്നു. എങ്കിൽ അവിടുന്ന് അത് ചെയ്യുന്നില്ല. കാരണം തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായി ലാസറിനെ ഒരു വ്യക്തിയായി മാറ്റുകയായിരുന്നു തമ്പുരാൻ. അതാണ് യോഹന്നാൻ 11:25 നമുക്ക് കാണാൻ കഴിയുക. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യെസ്, അത് തൻ്റെ വാക്കുകൾ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, നിൻ്റെ ശവക്കല്ലറുകൾക്കടുത്തേക്ക് തമ്പുരാൻ കടന്നു വരുമ്പോൾ, നിൻ്റെ തകർച്ചകളാവുന്ന ശവക്കല്ലറുകളിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ, ദൈവം മാത്രമല്ല മഹത്വപ്പെടുന്നത്, അതോടൊപ്പം നീയും ആദരിക്കപ്പെടുന്നുണ്ട്. എൻ്റെ ഈശോയെ, എന്നെ വിളിച്ച് വിശുദ്ധീകരിച്ച് അങ്ങയുടെ ദാസിയാക്കി തീർക്കണമേ. അങ്ങയുടെ സമയത്തിനായി ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങയുടെ ഒരു ദാസിയായി എന്നെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ സമയത്തിനായി ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഈ കൊച്ചു ജീവിതം ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. ആമേൻ.